ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഹോസ്പിറ്റൽ ഡേ 2 ആണ് കേട്ടോ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോർണിംഗിൽ എണീറ്റിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് എണീക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവ ഇന്നലെ രാത്രി മൊത്തം എണീച്ചിരിപ്പായിരുന്നു ജോലി അമ്മയുടെ. അപ്പോൾ അമ്മ ഉറങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത്, കണ്ട് അമ്മയുടെ മുഖം കാണുമ്പോൾ അറിയാം. അപ്പോൾ അവന് നൈറ്റ് ഡ്യൂട്ടിയാണ് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ രാവിലെ എണീക്കാൻ കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ 5:30 ആയപ്പോൾ നേഴ്സ് വന്ന് എണീപ്പിച്ചു. അപ്പോൾ നമ്മൾ 5:30 ആവാറായപ്പോഴാണ് ഒന്ന് കിടന്നത്. അപ്പോഴത്തേക്ക് നേഴ്സ് വന്ന് തട്ടി എണീപ്പിച്ചു ട്രിപ്പ് ഇടാൻ വേണ്ടി. അങ്ങനെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തിരിച്ച് ബ്ലഡ് ട്രിപ്പിൽ കൂടെ കയറാൻ തുടങ്ങി. ഇനി അത് ഓഫാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ എൻ്റെ കൈയൊക്കെ കുത്തി അവരെ ഒരു പരിവാക്കി. എന്ന് വെച്ചാൽ ഓരോ 2 കൈയിലും ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കൈയിൽ നമ്മുടെ വേദനിക്കുമ്പോൾ അടുത്ത കയ്യിലെടുത്തിട്ട് കുത്തും. അങ്ങനെ കുറേ പ്രാവശ്യം കുത്തി കൈയൊക്കെ ഒരു പരിവായി കേട്ടോ. പിന്നെ ട്രിപ്പൊക്കെ മാറ്റിയ ശേഷം അമ്മ എനിക്ക് മുടി കെട്ടിത്തരയാണ്. ഈ ട്രിപ്പ് ഇട്ട ശേഷം എൻ്റെ കൈ നല്ല വേദനയുണ്ട്, അനക്കാൻ വേദനയുണ്ട്. അപ്പോൾ ഞാൻ അമ്മയെ കൊണ്ടാണ് മുടി കെട്ടിപ്പിക്കുന്നത് കേട്ടോ. എൻ്റെ മുടിയൊക്കെ നല്ല ഉടക്കായി ഇരിപ്പുണ്ട്. കാരണം നമ്മൾ ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ മുടി നേരെ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ നല്ല ഉടക്കും കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് ഉടക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തരാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്നെ അമ്മയാണ് എല്ലാം നോക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. എൻ്റെ കൈ ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. കൈ ഓക്കെ അല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ അമ്മ നല്ലപോലെ മുടിയൊക്കെ പിന്നി കെട്ടി ഇടുന്നുണ്ട്. അമ്മ പറയാം, പിന്നി കെട്ടിയിട്ട് ഉടക്ക് ഇത്രയും വരത്തില്ല എന്ന്. അങ്ങനെ ഞാൻ അടുത്ത് പറയാം, ചുമ്മാ ഉടക്കൊക്കെ വരും. രാവിലെ തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നല്ല ചൂട് ചായ. അപ്പോൾ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നാണ് അമ്മ ചൂട് ചായ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. നമ്മളെല്ലാ ഫുഡും ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ചിലപ്പോൾ മാമ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരും, എന്നാൽ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയില്ല. ഉച്ചത്തെ ഫുഡ് അങ്ങനെ കഴിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ കാണുന്ന രംഗമെന്ന് വെച്ചാൽ അമ്മ ഓടിക്കൊണ്ടുവരുന്നത് ബ്ലഡ് എടുത്തിട്ട് കൊണ്ടുവരുക കേട്ടോ. കുഞ്ഞുവാവയ്ക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ വീട്ടിലോട്ട് വിടുകയുള്ളൂ. അങ്ങനെ കുഞ്ഞുവാവ കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടുവരിക പാല് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും മുട്ടക്കറിയും ചമ്മന്തി. സത്യം പറഞ്ഞാൽ ഇഡ്ഡലിയും ചമ്മന്തിയും കറിയാണ്. അമ്മ ചപ്പാത്തി ആയിരുന്നു വാങ്ങിയിട്ടുള്ളത്, മുട്ടക്കറിയും. അപ്പോൾ എനിക്കെന്തോ ഇപ്പോൾ മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മുട്ടക്കറി കഴിച്ചു കേട്ടോ. പിന്നെ മാമ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ ഉച്ചയ്ക്ക് മാമ ഫുഡ് കൊണ്ടുവരുന്നു. അങ്ങനെ മാമ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മാമ രാവിലെ അപ്പച്ചയെ കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ട് നമുക്ക് കൊണ്ടുവരും കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ വലിയമ്മയും കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്. തീയൽ, തോരൻ, ഇങ്ങനെ മീൻ, ഇങ്ങനെ അച്ചാർ, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനത് കഴിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ മേല് കഴുകി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുളിച്ചില്ല, എനിക്ക് കുറച്ച് ജലദോഷം പോലെ തോന്നി. അങ്ങനെ ഞാൻ ഇന്ന് കുളിച്ചില്ല. അങ്ങനെ മേല് കഴുകിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ അമ്മു, ഷമ്മിച്ചേട്ടൻ എല്ലാവരും കാണാൻ വന്നു. ഇത് കഴിഞ്ഞുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.